ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഈ രണ്ട് സീറ്റുകൾക്കപ്പുറം മറ്റ് ആലോചനകൾ എവിടെയൊക്കെ എന്നതാണ്. അവിടേക്ക് വരുമ്പോൾ മറ്റ് രണ്ട് ആലോചനാ സാധ്യതകൾ തിരുവമ്പാടിയും നാദാപുരവും, അതല്ലെങ്കിൽ മറ്റു ചില സാധ്യതകളുമുണ്ട്. എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അതായത് ഈ ചർച്ചകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത ഇങ്ങനെയാണ്. തിരുവമ്പാടി നിലവിൽ ലീഗ് മത്സരിക്കുന്ന സീറ്റാണ്. പക്ഷേ ഈ തിരുവമ്പാടി ഒരു ക്രൈസ്തവ സ്വാധീന മേഖലയാണ്. ലീഗ് വോട്ടുകളുമുണ്ട്, മുസ്ലിം വോട്ടുകളുമുണ്ട്. പക്ഷേ അതിനുമപ്പുറം ഒരു മലയോര കുടിയേറ്റ മേഖലയാണ്. അവിടെ ക്രൈസ്തവ വോട്ടുകൾ ഏറെ സ്വാധീനിക്കപ്പെടുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തിരുവമ്പാടി ഞങ്ങൾ മത്സരിച്ചാൽ ഒരു മുസ്ലിം മുഖമുള്ള സ്ഥാനാർത്ഥി വരുന്നത് തിരിച്ചടിയാക്കും എന്ന ചിന്ത കൂടി അവർക്ക് ഉണ്ടാവുന്നതിന് കാരണം കൂടി അതാണ്. അതുകൊണ്ട് കൂടിയാണ് കാരണം ആ താല്പര്യത്തിന് മറ്റു ചില കാരണം കൂടിയുണ്ട്. കാരണം മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാൽ വിജയസാധ്യത കുറവ് എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നത് കൊണ്ടുകൂടിയാണ് ആ സാധ്യത. എന്താണ് ആ സാധ്യത എന്നത് പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ജോസ് കെ മാണിയുടെ UDF പ്രവേശനം ഇപ്പോഴും അടഞ്ഞ അധ്യായമല്ല എന്നത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പോട് അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷേ ചില സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ജോസ് കെ മാണിക്ക് ഒരു പ്ലേസ്മെൻറ്റ് വേണ്ടി വരും. ആ പ്ലേസ്മെൻറ്റിന് വേണ്ടി കോൺഗ്രസും മനസ്സിൽ കരുതുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി. കാരണം തിരുവമ്പാടി ക്രൈസ്തവ മേഖലയാണ്. ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കുമൊക്കെ ഏറെ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ മലയോര മേഖലയിലേക്ക് ജോസ് കെ മാണിയെ പരീക്ഷിക്കാം വരികയാണെങ്കിൽ ഇത് അതിനുവേണ്ടി മാറ്റിയിടാൻ ഈ ചർച്ചകൾ പരിഗണിക്കപ്പെടുന്ന ഒരു ഇടമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ തിരുവമ്പാടി വേണമെങ്കിൽ വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ്. അത്തരമൊരു നീറ്റ് ആലോചന ലീഗിനുള്ളിൽ നടക്കുന്നുണ്ട്. കോൺഗ്രസുമായി ഇത്തരമുള്ള ആശയവിനിമയം നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് PV അൻവറിൻ്റെ മുന്നണി മാറ്റ ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ പരിഗണിക്കപ്പെട്ട ഒരു പേര് നിലമ്പൂർ വിട്ട അൻവറിന് പകരം തിരുവമ്പാടി എന്നതാണ്. പക്ഷേ ഇപ്പോൾ തിരുവമ്പാടിയിലേക്ക് അൻവറിൻ്റെ പേരല്ല പറയുന്നത്, മറിച്ച് മറ്റ് ചില ആലോചനകളാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി അവർ വിട്ടു നൽകാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് പകരം മറ്റു ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. അതേത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പകരം നാദാപുരം സീറ്റ് വേണമെന്ന ലീഗിൻ്റെ വാദമുയരുന്നുണ്ട്. നാദാപുരം സീറ്റ് വേണമെന്ന് ലീഗ് ഈ വാദം ഉന്നയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? നാദാപുരം തങ്ങളുടെ ശക്തി കേന്ദ്രമാണെന്നാണ് അവർ പറയുന്നത്. നാദാപുരം അല്ലെങ്കിൽ കൊയിലാണ്ടി പോലെയുള്ള മറ്റ് ചില സീറ്റുകളും ലീഗിൻ്റെ ആവശ്യത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട് എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അനുമതി സൂചിപ്പിച്ചതുപോലെ സിറ്റിംഗ് സീറ്റിലല്ല ഈ ആലോചനകൾ. കോൺഗ്രസും ലീഗും പരാജയപ്പെട്ട സീറ്റുകളിലാണ് ഈ വെച്ചുമാറ്റ സാധ്യതകൾ ആലോചിക്കുന്നത്. അവിടെ ഒരു മുന്നണി മാറി മറ്റൊരാൾ വന്നാൽ അത് മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും എന്ന ചിന്തയും ചർച്ചയുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമുക്ക് നോക്കാം ഈ തിരുവമ്പാടിയും നാദാപുരവും തമ്മിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനം. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, എന്തുകൊണ്ട് തിരുവമ്പാടി വിട്ടു നൽകാമെന്ന് ലീഗ് പറയുന്നു? എന്തുകൊണ്ട് നാദാപുരം അല്ലെങ്കിൽ കൊയിലാണ്ടി പോലെയുള്ള സാധ്യതകൾ ലീഗ് ആവശ്യപ്പെടുന്നു? കോൺഗ്രസ് ഇതിന് തയ്യാറാകുമോ? ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ നൽകണം? നമുക്കറിയാം, തിരുവമ്പാടി മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ആഭ്യന്തരമായിട്ട് ചില പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് ഉണ്ടായതാണ്. അത് ഒരു വശത്ത് നിൽക്കുകയാണ്. അവിടെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ലീഗ് വിലയിരുത്തുന്നത്. ലീഗിന് ഒരിക്കലും അവിടെ വിജയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അവിടെ ഒരു ക്രൈസ്തവ വോട്ടുകൾ നിർണായക സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാൻ ലീഗ് താല്പര്യം കാണിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് തിരുവമ്പാടിയിൽ കോണി ചിഹ്നത്തിൽ വിജയിച്ചു കയറുക അത്ര എളുപ്പമല്ലെന്ന് ലീഗ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ലീഗിനുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുമാണ്. മറ്റു ചില ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ ഭൂരിപക്ഷം അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ടുകൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലവുമാണ്. അവിടെ ആ സീറ്റ് തിരുവമ്പാടിയിൽ ലീഗിന് ഇത്രയും കാലം വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന് നൽകി. കോഴിക്കോട് ജില്ലയിൽ തന്നെ ലീഗിന് സ്വാധീനമുള്ള നാദാപുരം അത് നേടാൻ കഴിഞ്ഞാൽ അവിടെ വിജയിച്ച് കയറാമെന്നാണ് ലീഗ് കണക്ക്. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് നാദാപുരം കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ DCC അധ്യക്ഷൻ മത്സരിച്ച സീറ്റാണ്, പ്രേംകുമാർ മത്സരിച്ച സീറ്റാണ്. 4000 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വിട്ടുകൊടുക്കുക അത്ര താല്പര്യമുള്ള കാര്യമായേക്കില്ല. എങ്കിൽ പോലും ഈ 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ നിയമസഭാ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുള്ള ശക്തിക്ക് അത് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ലീഗ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ലീഗിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള നിരവധി മേഖലകളുണ്ട്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളുടെ മാറ്റം അതും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ ഷാഫി MP ആയതിനു ശേഷം
ആ മേഖലകളിൽ വലിയ തോതിൽ ലീഗിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലീഗിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ലീഗ് അവകാശപ്പെടുന്നത്. അങ്ങനെ 2-3 ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ തിരുവമ്പാടിയിൽ അവർക്ക് വിജയിച്ച് കയറാൻ അത്ര എളുപ്പമാകില്ലെന്നും നാദാപുരത്ത് പകരം അവർക്ക് അത് നേടാൻ സാധിക്കുമെന്നും ലീഗ് കണക്കാക്കുകയാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ ഈ നാദാപുരം പോലെ അവരുടെ സ്ഥിരമായിട്ട് മത്സരിക്കുന്ന, പ്രത്യേകിച്ച് DCC പ്രസിഡന്റൊക്കെ മത്സരിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ കൊയിലാണ്ടി എന്ന മറ്റൊരു ഓപ്ഷൻ കൂടി ലീഗ് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കുറെ കൂടി ഇടതുപക്ഷം ശക്തമാണ് എന്നത് ലീഗിനെ സംബന്ധിച്ച് ആ വിഷയത്തിൽ അത്ര നിർബന്ധ ബുദ്ധി കാണിക്കാൻ ഒരു കാര്യമായി വരുന്നില്ല. എങ്കിൽ പോലും തിരുവമ്പാടിക്ക് പകരം നാദാപുരം എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് ലീഗിനെ സംബന്ധിച്ച് മുൻപിലുള്ളത്. ഇത് തിരുവമ്പാടിയിൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനും ഈ തിരുവമ്പാടി എന്നത് അത്ര തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, മലപ്പുറം ജില്ലാധ്യക്ഷനായ VS ജോയി അടക്കമുള്ളവർക്ക് മത്സരിക്കാൻ സുരക്ഷിതമായ ഒരു സീറ്റ് വേണമെന്നിരിക്കെ മലപ്പുറം ജില്ലയിൽ VS ജോയിക്ക് സാധ്യത കുറവാണെന്നിരിക്കെ തിരുവമ്പാടി മലപ്പുറത്തിന് തൊട്ടടുത്തുള്ള ഒരു മണ്ഡലമാണെന്നിരിക്കെ തിരുവമ്പാടി VS ജോയിയെ മത്സരിപ്പിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൈമാറ്റത്തിന് ലീഗ് മുൻകൈയെടുക്കുമ്പോൾ അതിൽ മലപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഒരു സമ്മർദ്ദം കൂടി വരാനുള്ള സാധ്യത, മലപ്പുറത്തെ നേതാക്കളുടെ സമ്മർദ്ദം കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിരുവമ്പാടിയിലെ ഒരു ലീഗ് കോൺഗ്രസ് സീറ്റ് കൈമാറ്റം ഒരുപക്ഷേ സാധ്യമാകുന്ന ഒന്ന് തന്നെയാകും. മറ്റു മണ്ഡലങ്ങളെ വീക്ഷിച്ചു നോക്കുമ്പോൾ അതിന് കൂടുതൽ സാധ്യത ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് നാദാപുരം പോലെ അവർക്ക് കുറെ കൂടി വിജയിച്ചു കയറാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. സജിത്ത്. അനുമോദ് എന്തായാലും തുടരുക. എന്തായാലും അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ ഈ കോഴിക്കോട് ജില്ലയിലെ സീറ്റുകളിൽ ലീഗും കോൺഗ്രസും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നതും കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്നതിനും മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഇടത് സാന്നിധ്യം, ഇടതിൻ്റെ ശക്തി കുറയുന്നു. അവിടെ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. നമുക്കറിയാം, ആദ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു സീറ്റിൽ പോലും അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയാത്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല. അപ്പോൾ അവിടെ ഇത്തവണ തിരികെ വരാമെന്ന വലിയ പ്രതീക്ഷകൾ കോൺഗ്രസും UDF ഒക്കെ ഈ ലീഗുമൊക്കെ പങ്കുവയ്ക്കുന്നതിന് മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടാവും. പക്ഷേ അനുമോദ് സൂചിപ്പിച്ച പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം കോൺഗ്രസിന് വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു പിടി നേതാക്കൾ കോഴിക്കോട് ജില്ലകളിലും മലപ്പുറം ജില്ലയിലുമായുമുണ്ട്. അവർക്ക് കരുതി വെക്കാൻ അവർ പ്രതീക്ഷ വയ്ക്കുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. കൊയിലാണ്ടി ആവട്ടെ, നാദാപുരം ആവട്ടെ, അത്തരം ബേപ്പൂർ ആവട്ടെ, ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങളിൽ ഇത്തവണ ചില സസ്പെൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് വരും. എന്തായാലും ഈ ചർച്ചകൾ അവിടെ നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ പോകുന്നത് ലീഗ് കോൺഗ്രസ് സീറ്റ് കൈമാറ്റ ചർച്ചകളിൽ ഉയർന്നു വരുന്ന മറ്റൊരു ജില്ലയാണ്. മറ്റൊന്നുമല്ല, അത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയും ഒപ്പം കോങ്ങാടുമാണ് ഈ ചർച്ചകൾ ഉയർന്നു വരുന്ന സ്ഥലം. നമുക്കറിയാം, പട്ടാമ്പി ദീർഘനാളുകളായി ഇപ്പോൾ UDF വിജയിക്കുന്നില്ല. അവിടെ ഈ CP മുഹമ്മദാണ് അവസാനമായി വിജയിച്ച ഒരു കോൺഗ്രസിൻ്റെ MLA. അതിനുശേഷം ആ സീറ്റിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് UDFനകത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്. കഴിഞ്ഞ തവണയും കോൺഗ്രസ്സാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ ഇത്തവണ ആ സീറ്റ് ഏറ്റെടുക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നു. ആ ലീഗ് തങ്ങളുടെ ശക്തി കേന്ദ്രം എന്ന വാദമാണ് അവിടെ ഉന്നയിക്കുന്നത്. ലീഗ് ഉന്നയിക്കുന്നത് തങ്ങളുടെ ശക്തി കേന്ദ്രമാണ് ആ മേഖല. അതുകൊണ്ട്